നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ റഷ്യൻ ഇൻ്റർനാഷണൽ മാസ്റ്റർ ബോറിസ് വെർലിൻസ്കിയുടെ വളരെ മികച്ചൊരു അറ്റാക്കിംഗ് ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിം നടന്നിരിക്കുന്നത് 1925-ലാണ്. ഇല്യ റാബിനോവിച്ച് എന്നൊരു പ്ലെയറായിരുന്നു അദ്ദേഹത്തിൻ്റെ എതിരാളി. ഈ ഗെയിമിൽ അദ്ദേഹം വൈറ്റ് സൈഡും റാബിനോവിച്ച് ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് E4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ F6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇത് അലൈക്കൻ ഡിഫൻസ് ആണ്. വൈറ്റിന് ഇപ്പോൾ വേണമെങ്കിൽ നൈറ്റ് ഉപയോഗിച്ചോ പോൺ ഉപയോഗിച്ചോ ആ പോണിനെ സപ്പോർട്ട് ചെയ്യാം. എന്നാൽ വൈറ്റ് ഇവിടെ അങ്ങനെ ഒരു ഡിഫൻസിലേക്ക് പോകുന്നില്ല. പകരം E5 മുതലുകൊണ്ട് ആ നൈറ്റിനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ D5ലേക്ക് മൂവ് ചെയ്യുന്നു. ഇത് അലൈക്കൻ ഡിഫൻസിൻ്റെ നോർമൽ വേരിയേഷനാണ്. ഇവിടെ വൈറ്റ് നൈറ്റിനെ C3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊടുക്കുന്നു. ബ്ലാക്ക് E6 മുതലുകൊണ്ട് ആ നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ വൈറ്റും ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. ആദ്യം D4 മുതലുകൊണ്ട് പോണിൻ്റെ സപ്പോർട്ട് കൊടുക്കുന്നതോടൊപ്പം ബിഷപ്പിൻ്റെ ഡയഗണലും ഓപ്പൺ ചെയ്യുന്നു. ബ്ലാക്ക് D6 മൂവ് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ ഈ പോൺ വെച്ച് പോൺ ഇട്ടെടുക്കുകയാണെങ്കിൽ ബ്ലാക്കിന് ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ ആ പോണിനെ തിരിച്ചിട്ടെടുക്കാം. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ അങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം അടുത്ത നൈറ്റിനെ കൂടെ ഡെവലപ്പ് ചെയ്യാണ്. നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. നൈറ്റ് വെച്ച് നൈറ്റിനെ ഒട്ടുന്നു. വൈറ്റ് പോൺ വെച്ച് തിരിച്ചൊട്ടുന്നു. ഇതോടെ വൈറ്റിന് സെൻറ്ററിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു പോൺ സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് പോൺ ഇട്ടിട്ടാണെങ്കിൽ വൈറ്റിന് നൈറ്റ് വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് ആ നൈറ്റിനെ വളരെ നല്ലൊരു സ്കോറിലേക്ക് എത്തിക്കാൻ കഴിയും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് പോൺ ഇട്ടുന്നില്ല. പകരം നൈറ്റിനെ D7ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് E5 സ്കോറിലേക്ക് ഒരു കൺട്രോളർ കൊണ്ടുവരുന്നു. ഇവിടെ വൈറ്റും ആ സ്കോറിലേക്ക് ഒരു കൺട്രോളർ കൊണ്ടുവരികയാണ്. ബിഷപ്പിനെ F4ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് പോണുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ആണ്. പോൺ വെച്ച് പോൺ ഇട്ടുന്നു. വൈറ്റ് നൈറ്റ് വെച്ച് തിരിച്ചിട്ടുന്നു. ബ്ലാക്കിന് ഇപ്പോൾ വേണമെങ്കിൽ ഈ നൈറ്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാം. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ അത് ചെയ്യുന്നില്ല. ആദ്യം ബിഷപ്പിനെ D6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെതിരെ ഒരറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. ഇവിടെ വേണമെങ്കിൽ വൈറ്റിനും ക്വീനിനെ H5ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനൊരു സപ്പോർട്ട് കൊടുക്കുന്നതോടൊപ്പം F7ലേക്ക് സ്ട്രോങ് ആയിട്ട് ഒരു അറ്റാക്ക് കൊണ്ടുവരാനും അവസരം ഉണ്ടായിരുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ ക്വീനിനെ ഡെവലപ്പ് ചെയ്യുന്നില്ല. പകരം ബിഷപ്പിനെ G3ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനെ ഒട്ടുന്നു. വൈറ്റ് പോൺ വെച്ച് തിരിച്ചൊട്ടുന്നു. ഇവിടെ ഇപ്പോൾ വേണമെങ്കിൽ ബ്ലാക്കിനെ കിങ്സിലേക്ക് കാസ്ലിംഗ് ചെയ്യാം. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ കാസ്ലിംഗ് ചെയ്യുന്നില്ല. ആദ്യം ക്വീനിനെ E7ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് ക്വീനിനെ D2ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിൻ്റെ E5ലെ പോണിന് ബിഷപ്പിൻ്റെ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ബ്ലാക്ക് ക്വീനിനെ C5ലേക്ക് കൊണ്ടുവന്ന് ആ പോണിനെതിരെ ഒരറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. ഇതോടെ ആ പോണിനെതിരെ 2 പീസുകൾ വെച്ച് അറ്റാക്ക് വന്നിട്ടുണ്ട്. എന്നാൽ വൈറ്റ് ഇപ്പോൾ ആ പോണിനെ സംരക്ഷിക്കാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. പകരം റൂക്കിനെ B1ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതൊരു ട്രാപ്പാണ്. ബ്ലാക്ക് ഇപ്പോൾ നൈറ്റ് വെച്ച് പോൺ ഇടുകയാണെങ്കിൽ അടുത്ത മൂവിൽ റൂക്ക് B5ലേക്ക് വന്ന് ഇങ്ങനൊരു അറ്റാക്ക് വരുന്നതോടെ ബ്ലാക്കിന് ഈ നൈറ്റ് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇപ്പോൾ നൈറ്റ് വെച്ച് പോൺ എടുക്കുന്നില്ല. പകരം A6 മൂവ് ചെയ്തുകൊണ്ട് B5 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. ഇനി എന്തായാലും റൂക്ക് അങ്ങോട്ടേക്ക് വന്ന് ഇങ്ങനൊരു അറ്റാക്ക് വരില്ല. അതുകൊണ്ട് തന്നെ ഇനി വേണമെങ്കിൽ ബ്ലാക്കിന് നൈറ്റ് വെച്ച് ആ പോണിനെ എടുക്കാം. അതുകൊണ്ട് വൈറ്റ് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് F4 മൂവ് ചെയ്യുന്നു. ഇവിടെ F4 മൂവ് ചെയ്യുന്നത് കുറച്ച് റിസ്ക് ആയിട്ടുള്ളൊരു തീരുമാനമായിരുന്നു. എന്നാലും വൈറ്റിനിവിടെ അധികം പേടിക്കേണ്ട കാര്യമില്ല. കാരണം വൈറ്റിനിപ്പോഴും ഡാർക്ക് സ്ക്വയർ ബിഷപ്പ് ഇവിടെയുണ്ട്. ആ ബിഷപ്പിനെ F2ലേക്ക് കൊണ്ടുവന്ന് എപ്പോൾ വേണമെങ്കിലും ബ്ലാക്കിൻ്റെ ക്വീനിനെ ഈ ഡയഗണലിൽ നിന്നും ഒഴിവാക്കാൻ കഴിയും. ഇനി ബ്ലാക്കിൻ്റെ മൂവാണ്. ബ്ലാക്ക് B6 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിൻ്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. വൈറ്റ് റൂക്കിനെ D1ലേക്ക് കൊണ്ടുവരുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം ക്വീനിനെ C6ലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് ബിഷപ്പിനെ D3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് ഇവിടെ ബിഷപ്പിനെ B7ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് കാസ്ലിങ്ങിലുള്ള സൗകര്യം ഉണ്ടാക്കുന്നതോടൊപ്പം G2ലേക്കുള്ള അറ്റാക്ക് സ്ട്രോങ് ആക്കുന്നു. വൈറ്റ് കിങ്സിലേക്ക് കാസ്ലിംഗ് ചെയ്തുകൊണ്ട് ആ G2ലെ പോണിന് ഒരു സപ്പോർട്ടോ കൊടുക്കുന്നു. ഇത് വളരെ റിസ്കി ആയിട്ടുള്ളൊരു കാസ്ലിംഗ് ആണ്. കാരണം വൈറ്റിൻ്റെ ക്വീനിന് ഈ G2ലേക്കുള്ള സപ്പോർട്ട് ഒഴിവാക്കിക്കൊണ്ട് എങ്ങോട്ടേക്കെങ്കിലും മാറേണ്ടി വന്നാൽ ഇവിടെ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആകും. അതുകൊണ്ട് വൈറ്റിനെ വളരെയധികം ശ്രദ്ധിക്കണം. ഇനി ബ്ലാക്കിൻ്റെ മൂവാണ്. ബ്ലാക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കാസ്ലിംഗ് ചെയ്യാണ്. ക്വീൻ സൈഡിലേക്ക് കാസ്ലിംഗ് ചെയ്യുന്നു. ഓപ്പോസിറ്റ് സൈഡ് കാസ്ലിംഗ് ആയതുകൊണ്ട് തന്നെ ഇനി ബ്ലാക്ക് കിങ് സൈഡിലേക്കും വൈറ്റ് ക്വീൻ സൈഡിലേക്കും ആയിരിക്കും അറ്റാക്കിന് ശ്രമിക്കുന്നത്. ഇവിടെ വൈറ്റ് അറ്റാക്ക് ആരംഭിക്കുകയാണ്. ആദ്യം ബിഷപ്പിനെ H4ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് F6 മൂവ് ചെയ്തുകൊണ്ട് ആ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യുന്നു.
വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടാണെങ്കിൽ ബ്ലാക്കിന് നൈറ്റ് വെച്ച് തിരിച്ചോട്ടിക്കൊണ്ട് ഈ റൂക്കിൻ്റെ ഫയൽ ഓപ്പൺ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ അങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. വൈറ്റിനിവിടെ ആദ്യം പരിഹരിക്കാനുള്ള പ്രശ്നം ഈ ഒരു മേറ്റിംഗ് ഭീഷണിയാണ്. വൈറ്റ് ആദ്യം അത് പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ക്വീനെ E2ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് A6 പോണെതിരെ 2 വിസിൽ വെച്ച് അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ ഈ ബിഷപ്പുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാണ് വൈറ്റിൻ്റെ പ്രധാന ഉദ്ദേശം. എന്നാൽ ബ്ലാക്ക് ഇവിടെ ഈ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യുന്നതിനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. പകരം ഒരു കൗണ്ടർ അറ്റാക്കിന് ശ്രമിക്കുകയാണ്. ആദ്യം G5 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവാണ്. വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടുകയാണെങ്കിൽ ബ്ലാക്കിന് പോൺ വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് അതേ അറ്റാക്ക് തന്നെ വീണ്ടും കൊടുക്കാൻ കഴിയും. ഇപ്പോൾ എന്തായാലും വൈറ്റിന് ബിഷപ്പ് വെച്ച് തിരിച്ചു വെട്ടാൻ പറ്റില്ല. അങ്ങനെ തിരിച്ചു വെട്ടുകയാണെങ്കിൽ ബ്ലാക്കിന് റൂക്കിനെ G8 കൊണ്ടുവന്ന് ആ ബിഷപ്പിനെ പിൻ ചെയ്യാൻ കഴിയും. ഇവിടെ ഇപ്പോൾ പോൺ വെച്ച് ആ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചാലും H6 മൂവ് ചെയ്തുകൊണ്ട് വീണ്ടും ആ ബിഷപ്പിനെതിരെ അറ്റാക്ക് വരും. ഇതോടെ വൈറ്റിന് ഒരു ബിഷപ്പ് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ G2ലേക്കുള്ള അറ്റാക്ക് വളരെ സ്ട്രോങ് ആവുകയോ ചെയ്യും. നമുക്ക് ഗെയിമിലേക്ക് വരാം. ഇവിടെ ഇനിയും സ്ട്രോങ് ആയിട്ടുള്ള അറ്റാക്ക് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടുന്നില്ല. പകരം ബിഷപ്പിനെ G3 മൂവ് ചെയ്യുന്നു. എന്നാൽ ബ്ലാക്ക് അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യാണ്. പോൺ വെച്ച് പോണിൻ്റെ എടുത്തുകൊണ്ട് ആ ബിഷപ്പിനെതിരെ വീണ്ടും അറ്റാക്ക് കൊടുക്കുന്നു. ബിഷപ്പിന് എന്തായാലും ഇപ്പോൾ F2 മാറാൻ കഴിയില്ല. അങ്ങോട്ടേക്ക് മാറുകയാണെങ്കിൽ ക്വീനിൽ വെച്ച് G2ലേക്കുള്ള കൺട്രോൾ നഷ്ടപ്പെടുകയും അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആകുകയും ചെയ്യും. അല്ലാതെ E1 മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ റൂക്കുകൾ തമ്മിലുള്ള കണക്ഷൻ നഷ്ടപ്പെടുന്നതോടൊപ്പം ബ്ലാക്കിന് റൂക്കിനെ G8 കൊണ്ടുവന്ന് G2 വീണ്ടും സ്ട്രോങ് ആയിട്ടൊരു കൺട്രോളോടെ കൊണ്ടുവരാൻ കഴിയും. ബിഷപ്പ് ഇപ്പോൾ H4 മൂവ് ചെയ്താലും അത് തന്നെയാണ് അവസ്ഥ. അതുകൊണ്ട് വൈറ്റ് ഇവിടെ ആ പോണെ ഒട്ടെടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ബിഷപ്പ് വെച്ച് പോൺ എടുക്കുന്നു. ഈ സമയത്ത് ബ്ലാക്ക് വീണ്ടും മികച്ചൊരു മൂവ് ചെയ്യാണ്. പോൺ വെച്ച് E5 പോൺ എടുത്തുകൊണ്ട് ആ ബിഷപ്പിനെതിരെ വീണ്ടും അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റിനിപ്പോൾ ബിഷപ്പ് വെച്ചോ ക്വീന് വെച്ചോ ആ പോൺ എടുക്കാൻ പറ്റില്ല. ബിഷപ്പ് വെച്ച് എടുക്കുകയാണെങ്കിൽ ബ്ലാക്കിന് നൈറ്റ് വെച്ച് ആ ബിഷപ്പിനെ എടുക്കാം. ഇതോടെ വൈറ്റിന് ഒരു ബിഷപ്പ് നഷ്ടപ്പെടും. ഇപ്പോഴും ഈ ചെക്ക്മേറ്റ് ഭീഷണി ഉള്ളതുകൊണ്ട് തന്നെ ക്വീന് വെച്ച് ആ നൈറ്റിനെ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് വൈറ്റ് ബിഷപ്പിനെ തിരിച്ചുകൊണ്ടുപോയാണ്. ബിഷപ്പിനെ G3 തന്നെ തിരിച്ചുകൊണ്ടുപോകുന്നു. ഇതോടെ വൈറ്റിൻ്റെ ബിഷപ്പിനെതിരെ ഉണ്ടായിരുന്ന ഏകദേശം എല്ലാ അറ്റാക്കും ഒഴിവായിട്ടുണ്ട്. എന്നാൽ നേരത്തെ വൈറ്റ് പ്ലാൻ ചെയ്ത ആ അറ്റാക്ക് ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ബ്ലാക്ക് ആ പ്രശ്നം പരിഹരിക്കുകയാണ്. B5 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിൻ്റെ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നു. ഇവിടെ വൈറ്റിൻ്റെ C3 പോൺ ഇപ്പോഴും അറ്റാക്കിലാണ്. എന്നാൽ വൈറ്റ് ആ പോണിനെ സംരക്ഷിക്കാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. പകരം ബ്ലാക്കിൻ്റെ E5 പോണിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് റൂക്കിനെ E1 കൊണ്ടുവന്ന് ആ പോണിനെതിരെ ഒരറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. ഇവിടെ വൈറ്റിൻ്റെ പ്രതിരോധം ശക്തമായതുകൊണ്ട് തന്നെ ഈ ഒരു മേറ്റിനുള്ള സാധ്യത കുറവാണെന്ന് മനസ്സിലായിക്കൊണ്ട് ബ്ലാക്ക് ക്വീനെ ഈ ഡയഗണലിൽ നിന്നും മാറ്റിക്കൊണ്ട് ഒരു പോണിനെ നേടിയെടുക്കുകയാണ്. ക്വീന് വെച്ച് C3 പോണിനെ എടുക്കുന്നു. വൈറ്റിനിപ്പോൾ വേണമെങ്കിൽ നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ബിഷപ്പ് വെച്ച് E5 പോൺ എടുത്തുകൊണ്ട് ഒരു കൂട്ട എക്സ്ചേഞ്ചിലേക്ക് പോകാം. എന്നാൽ വൈറ്റ് ഇവിടെ അങ്ങനെ ഒരു എക്സ്ചേഞ്ചിന് ശ്രമിക്കുന്നില്ല. പകരം നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ഈ B5 ഓപ്പൺ ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ കിങ്ങുള്ള ഭാഗത്തേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു അറ്റാക്ക് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് A4 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോണിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് വളരെയധികം ശ്രദ്ധിക്കണം. ബ്ലാക്ക് ഇവിടെ ഈ പോൺ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വൈറ്റിന് ബിഷപ്പ് വെച്ച് A6 പോൺ എടുത്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കാൻ കഴിയും. ആ ബിഷപ്പ് പിന്നിങ്ങിലായത് കാരണം എങ്ങോട്ടേക്കും മാറാൻ കഴിയില്ല. ഇപ്പോൾ ബിഷപ്പ് വെച്ച് ബിഷപ്പിനിട്ടാണെങ്കിൽ ക്വീന് വെച്ച് ഒരു ചെക്കോടുകൂടി ആ ബിഷപ്പിനെ തിരിച്ചുവിട്ടെടുക്കാം. ഇവിടെ ഇപ്പോൾ കിങ്ങിന് B8 മാത്രമേ മാറാൻ കഴിയുള്ളൂ. വൈറ്റിന് ബിഷപ്പിനെ F2 കൊണ്ടുവന്നോ അല്ലെങ്കിൽ റൂക്കിനെ B1 കൊണ്ടുവന്നോ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഈ ഗെയിം വിജയിക്കാൻ കഴിയും. എന്നാൽ ബ്ലാക്ക് ഈ പ്രശ്നം വളരെ സിമ്പിളായിട്ട് പരിഹരിക്കുകയാണ്. ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം ക്വീനെ D4 കൊണ്ടുവന്ന് ഒരു ഫോർക്കും ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് ഇവിടെ ഈ ചെക്ക് എങ്ങനെ തന്നെ ഒഴിവാക്കിയാലും ബ്ലാക്കിനെ ക്വീൻ വെച്ച് ആ പോണിനെ എടുക്കാൻ കഴിയും. വൈറ്റ് കിങ്ങിനെ ചെക്കിൽ നിന്ന് മാറ്റിയാണ് കിങ്ങിനെ H1 മൂവ് ചെയ്യുന്നു. ആ സമയത്ത് ബ്ലാക്ക് ക്വീൻ വെച്ച് പോണിനെ എടുക്കുന്നു. ഇതോടെ വൈറ്റിന് ഒരു പോൺ കൂടെ നഷ്ടമായിരിക്കുകയാണ്. രണ്ടുപേർക്കും മറ്റു കാര്യങ്ങൾ ഏകദേശം തുല്യമാണെങ്കിലും വൈറ്റിനിവിടെ 3 പോണുകളേ ഉള്ളൂ. എന്നാൽ ബ്ലാക്കിന് 6 പോണുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പൊസിഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ ബ്ലാക്കിന് തന്നെയാണ് വിജയ സാധ്യത. എന്നാൽ വൈറ്റ് ഇവിടെ എങ്ങനെയും ഈ B5 ഓപ്പൺ ചെയ്യുക എന്ന ലക്ഷ്യമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. അതിനായിട്ട് C4 മൂവ് കൊണ്ട് ബ്ലാക്കിൻ്റെ B5 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെയും ബ്ലാക്ക് പോണം വെച്ച് പോണോട്ടാണെങ്കിൽ ബിഷപ്പ് വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് ഈ B5 ഓപ്പൺ ചെയ്യുകയാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. എന്നാൽ ബ്ലാക്കിനിപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ B4 മൂവ് ചെയ്യുകയാണെങ്കിൽ
ബ്ലാക്കിന് ഒരു പാസ്ഡ് പോൺ കൂടെ കിട്ടുമായിരുന്നു. മറ്റൊരു അറ്റാക്ക് പോയിന്റ് മുന്നോട്ട് പോവുകയാണ്. നൈറ്റിനെ C5ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ ആ ബിഷപ്പിനെതിരെ ഡിസ്കവേർഡ് അറ്റാക്കും ഉണ്ട്. ഈ ബിഷപ്പ് അറ്റാക്കിൽ നിന്നും എങ്ങോട്ടെങ്കിലും മാറുമ്പോൾ ഒരു പോണിനെ കൂടെ നേടിയെടുക്കുകയാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. അല്ലാതെ വൈറ്റ് ഇപ്പോൾ റൂക്ക് വെച്ച് ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്താലും ഇങ്ങനൊരു എക്സ്ചേഞ്ചിന് ശേഷം ബ്ലാക്കിന് ആ പോണിനെ നേടിയെടുക്കാൻ കഴിയും. എന്നാൽ ബ്ലാക്ക് നൈറ്റ് വെച്ച് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഒരു അറ്റാക്കിന് ശ്രമിച്ചപ്പോൾ അതിനേക്കാൾ വലിയൊരു വീക്ക്നെസ് ബ്ലാക്കിൻ്റെ ഭാഗത്തും സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് ശ്രദ്ധിക്കാതെ പോയ ആ വീക്ക്നെസ് വൈറ്റ് വളരെ വേഗം തിരിച്ചറിയാണ്. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ബ്ലാക്ക് ശ്രദ്ധിക്കാതെ പോയ കാര്യം എന്താണെന്ന് നോക്കാം. അതായത് ഇവിടെ ബ്ലാക്കിൻ്റെ E5ലെ പോണിന് നൈറ്റിൻ്റെ സപ്പോർട്ടാണ് ഉണ്ടായിരുന്നത്. ആ നൈറ്റ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് മാറിയതോടെ E5ലെ പോണിന് യാതൊരു സപ്പോർട്ടും ഇല്ലാതായിരിക്കുകയാണ്. ബ്ലാക്കിൻ്റെ ആ ഒരു വീക്ക്നെസ് വൈറ്റ് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുകയാണ്. ക്വീൻ ഉപയോഗിച്ച് E5ലെ പോണിനെ വെട്ടിയെടുക്കുന്നു. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മൂവാണ്. ഇപ്പോൾ ബ്ലാക്കിൻ്റെ നൈറ്റിനെതിരെ അറ്റാക്കുമാണ്. അതുപോലെ ഇവിടെ ഒരു ചെക്ക്മേറ്റ് ഭീഷണിയുണ്ട്. ബ്ലാക്കിന് എന്തായാലും ഈ രണ്ട് പ്രശ്നങ്ങളും ഒരുമിച്ച് പരിഹരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ബ്ലാക്ക് ഇവിടെ ആ ചെക്ക്മേറ്റിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. ക്വീനെ A5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് C7ലെ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് ക്വീൻ ഉപയോഗിച്ച് ബ്ലാക്കിൻ്റെ നൈറ്റിനെ വെട്ടിയെടുക്കുന്നു. ബ്ലാക്ക് റൂക്ക് ഉപയോഗിച്ച് വൈറ്റിൻ്റെ ബിഷപ്പിനെ എടുക്കുന്നു. ഇപ്പോഴും ഇങ്ങനൊരു ചെക്ക്മേറ്റ് ഫിഷൻ ഉള്ളതുകൊണ്ട് ബ്ലാക്കിന് ക്വീനെ എങ്ങോട്ടെങ്കിലും മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതുവരെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്ന ബ്ലാക്ക് ഇപ്പോൾ ഡിഫെൻസിവ് മോഡിലായിരിക്കുകയാണ്. വൈറ്റ് ഇനി എങ്ങനെയാണ് അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യുന്നത് നോക്കാം. വൈറ്റിനെ ഇപ്പോൾ വേണമെങ്കിൽ റൂക്കിനെ കൂടെ F7ലേക്ക് കൊണ്ടുവന്ന് C7 സ്കോറിലേക്ക് ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരാമായിരുന്നു. എന്നാൽ ബ്ലാക്കിൻ്റെ ക്വീന് E1 സ്കോറിലേക്ക് ഇപ്പോഴും ഒരു കൺട്രോൾ ഉണ്ട്. ആ റൂക്കിന് ബിഷപ്പിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിലും ആ ബിഷപ്പ് ബ്ലാക്കിൻ്റെ റൂക്കിൻ്റെ അറ്റാക്കിലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും രണ്ടുപേർക്കും ഗെയിമിൽ വ്യക്തമായൊരു മുൻതൂക്കം പറയാൻ കഴിയില്ല. എപ്പോൾ വേണമെങ്കിലും ഗെയിം രണ്ട് സൈഡിലേക്കും മാറി മറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ റൂക്കിനെ F7ലേക്ക് കൊണ്ടുപോയി ഒരു റിസ്ക് എടുക്കാൻ തയ്യാറല്ല. പകരം പോൺ വെച്ച് B5ലെ പോണിനെ വെട്ടിയെടുത്തുകൊണ്ട് C5 ഓപ്പൺ ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് പോൺ വെട്ടിയാലും പ്രശ്നമല്ല. അടുത്ത റൂക്കിനെ കൂടെ C1ലേക്ക് കൊണ്ടുവന്ന് ഈ അറ്റാക്ക് സ്ട്രോങ് ആക്കാനാണ് വൈറ്റ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ ബ്ലാക്കിന് ക്വീൻ വെച്ച് പോൺ വെട്ടിക്കൊണ്ട് ഒരു ക്വീൻ എക്സ്ചേഞ്ചിന് ശ്രമിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആവും. അതുകൊണ്ട് ബ്ലാക്ക് ഇവിടെ ഈ പോൺ വെട്ടിക്കാൻ ശ്രമിക്കുന്നില്ല. പകരം അടുത്ത റൂക്കിനെ കൂടെ ഗെയിമിലേക്ക് കൊണ്ടുവരികയാണ്. റൂക്കിനെ D8ലേക്ക് കൊണ്ടുവരുന്നു. ഈ സമയത്ത് വൈറ്റ് റൂക്കിനെ C1ലേക്ക് കൊണ്ടുവന്ന് C7ലേക്കുള്ള അറ്റാക്ക് സ്ട്രോങ് ആക്കുന്നു. ബ്ലാക്ക് റൂക്കിനെ D7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ E6ലെ പോൺ ഇവിടെ ഇല്ല എങ്കിൽ വൈറ്റിനെ എപ്പോൾ വേണമെങ്കിലും ക്വീനെ F5ലേക്ക് കൊണ്ടുവന്ന് ഈ ബ്ലാക്കിൻ്റെ റൂക്കിനെ പിൻ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് വൈറ്റ് ആദ്യം ഈ പോണിനെ അവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് റൂക്കിനെ E1ലേക്ക് കൊണ്ടുവന്ന് ആ പോണിന് ഒരു അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ റൂക്കിനെ E1ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനൊരു അറ്റാക്കിന് ശ്രമിക്കുന്നതിനേക്കാൾ ആദ്യം തന്നെ റൂക്കിനെ F8ലേക്ക് കൊണ്ടുപോയി ഇവിടെ ഒരു റൂക്ക് എക്സിന് ശേഷം ഒരു അറ്റാക്ക് കൊടുക്കുന്നതായിരുന്നു നല്ല മൂവ്. എന്തായാലും ബ്ലാക്ക് ഇപ്പോൾ ആ പോണിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല. പകരം പോൺ ഉപയോഗിച്ച് B5ലെ പോണിനെ എടുക്കുന്നു. വൈറ്റ് എന്തായാലും പ്ലാൻ ചെയ്ത അറ്റാക്കുമായിട്ട് തന്നെ മുന്നോട്ട് പോയാണ്. റൂക്ക് ഉപയോഗിച്ച് E6ലെ പോണിനെ എടുത്തുകൊണ്ട് ഈ ഡയഗണിലേക്കുള്ള ബ്ലോക്ക് ഒഴിവാക്കുന്നു. ഇവിടെ ഇപ്പോൾ കരുക്കളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ രണ്ടുപേർക്കും ഏകദേശം കരുക്കളുടെ എണ്ണം തുല്യമാണ്. എന്നാൽ ബ്ലാക്കിന് ഒരു പോൺ കൂടുതലുണ്ട്. ഇവിടെ ഒരു ടാക്റ്റിക് ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ ഒരു പോണിനെ കൂടെ നേടിയെടുക്കാമായിരുന്നു. അതായത് ഇപ്പോൾ ഈ ബിഷപ്പ് ഉപയോഗിച്ച് G2ലെ പോണിനെ എടുത്തുകൊണ്ട് ചെക്ക് കൊടുത്താൽ മതി. ഇതൊരു ബിഷപ്പ് സാക്രിഫൈസറാണ്. വൈറ്റ് ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാതെ കിങ്ങിനെ G1ലേക്ക് മാറ്റുകയാണെങ്കിൽ ഈ ബിഷപ്പിനെ തിരിച്ചു കൊണ്ടുപോകാം. അതോടെ ബ്ലാക്കിന് ഒരു പോൺ കൂടെ ലാഭം കിട്ടും. അല്ലാതെ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ക്വീനെ A2ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനൊരു ഫോർക്കിൻ ചെക്ക് കൊടുക്കാം. വൈറ്റ് ഈ ചെക്ക് എങ്ങനെ തന്നെ ഒഴിവാക്കിയാലും ബ്ലാക്കിന് ക്വീൻ വെച്ച് ആ റൂക്കിനെ എടുക്കാം. ഇതോടെ ആ എക്സ്ചേഞ്ചിൽ ബ്ലാക്കിന് ബിഷപ്പിന് പകരമായിട്ട് റൂക്കിനെ കിട്ടുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ബ്ലാക്ക് ഇവിടെ ഒരു പോണോ അല്ലെങ്കിൽ ഒരു പീസോ ലാഭം നേടിയെടുക്കാൻ ശ്രമിക്കുന്നില്ല. പകരം വളരെ വേഗത്തിൽ വിജയിക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ക്വീനെ D2ലേക്ക് കൊണ്ടുവരുന്നു. ഈ ഒരു മൂവിന് പിന്നിൽ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം ഇവിടെ ഒരു മൂവിൽ ചെക്ക്മേറ്റ് കൊടുക്കുക എന്നതാണ്. രണ്ടാമത്തെ കാര്യം
വൈറ്റിനിവിടെ ഒരു ബാക്ക് റാങ്ക് വീക്ക്നെസ് ഉണ്ട്. അത് ഉപയോഗപ്പെടുത്താനായിട്ട് ഇപ്പോൾ ബ്ലാക്കിൻ്റെ 3 പീസുകളും ഒരേ ഫയലിലേക്ക് വന്നിരിക്കുകയാണ്. പോരാത്തതിന് ഇപ്പോൾ ക്വീൻ വെച്ച് വൈറ്റിൻ്റെ റൂക്കിനെതിരെ അറ്റാക്കും ഉണ്ട്. ഈ ചെക്ക്മെറ്റിൽ നിന്നും ഒഴിവാക്കുന്നതിനായിട്ട് വൈറ്റ് ഇപ്പോൾ ക്വീനെ F2ലേക്ക് എങ്ങനെ കൊണ്ടുവന്ന് ഒരു ക്വീൻ എക്സ്ചേഞ്ചിന് ശ്രമിക്കുകയാണെങ്കിൽ ക്വീൻ വെച്ച് റൂക്കിനിട്ട് എടുക്കുക. ഇങ്ങനെ പലവിധമായിട്ടുള്ള ഉദ്ദേശങ്ങളോടെയാണ് ബ്ലാക്ക് ഇവിടെ ക്വീനെ D2ലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ഈ 3 പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായിട്ട് വൈറ്റിന് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഇപ്പോൾ വൈറ്റ് റൂക്കിനെ C6ലേക്ക് കൊണ്ടുവന്ന് ഈ ഡയഗണൽ ക്ലോസ് ചെയ്യാൻ ശ്രമിച്ചാലും വലിയ ഉപയോഗമൊന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം ബിഷപ്പ് വെച്ച് ആ റൂക്കിനെ വെട്ടിക്കൊണ്ട് വീണ്ടും അതേ ചെക്ക്മെറ്റിന് തന്നെ സാധ്യതയുണ്ട്. ഇപ്പോൾ അത് ഒഴിവാക്കുന്നതിനായിട്ട് ക്വീൻ ഉപയോഗിച്ച് ബിഷപ്പിനെ എടുത്താലും ബ്ലാക്കിന് വൈറ്റിൻ്റെ ഈ ബാക്ക് റാങ്ക് വീക്ക്നെസ് ഉപയോഗപ്പെടുത്താം. അതായത് ക്വീൻ ഉപയോഗിച്ച് റൂക്കിനെ വെട്ടിക്കൊണ്ട് ചെക്ക് കൊടുക്കാം. ഫോർക്കും ചെക്കാണ്, അതുകൊണ്ട് തന്നെ ക്വീൻ ഉപയോഗിച്ച് തിരിച്ചു വെട്ടേണ്ടി വരും. ഈ സമയത്ത് റൂക്ക് D1ലേക്ക് ഉണ്ടെന്ന് വീണ്ടും ചെക്ക് വരും. ഇതും ഫോർക്കും ചെക്കാണ്. ഇവിടെ ഇനി അധികം ഡിഫൻസ് ഒന്നുമില്ല, വളരെ വേഗം ബ്ലാക്കിന് വിജയിക്കാൻ കഴിയും. ഇവിടെ ഇപ്പോൾ റൂക്കിനെ G1ലേക്ക് കൊണ്ടുവന്ന് G2 പോണിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ബ്ലാക്കിന് ഈ ക്വീൻ്റെ സഹായത്തോടെ ഈ പാസ്ഡ് പോണിനെ മുന്നോട്ട് കൊണ്ടുപോയി പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കാം. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ ഇങ്ങനെ ഡിഫൻസിലേക്ക് പോകുന്നില്ല, പകരം ഒരു സാക്രിഫൈസിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ക്വീൻ ഉപയോഗിച്ച് C7 പോണിനെ എടുത്തുകൊണ്ട് ക്വീനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇപ്പോൾ ചെക്കാണ്, അതുകൊണ്ട് തന്നെ ബ്ലാക്കിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരികയാണ്. റൂക്ക് ഉപയോഗിച്ച് ക്വീനെ എടുക്കുന്നു. ഈ സമയത്ത് അടുത്ത റൂക്ക് ഉപയോഗിച്ച് റൂക്കിനെ വെട്ടിക്കൊണ്ട് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. കിങ് B8ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിന് ഒരു ഡിസ്കവേർഡ് ചെക്ക് കൊടുക്കാനുള്ള അവസരമുണ്ട്. ആ അവസരം എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ആ റൂക്കിനെ C2ലേക്ക് കൊണ്ടുവന്ന് ക്വീനെതിരെ അറ്റാക്ക് കൊടുത്തുകൊണ്ട് ഡിസ്കവേർഡ് ചെക്ക് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് വൈറ്റിന് അറ്റാക്കിനുള്ള സാധ്യതയില്ല. കാരണം ഈ റൂക്കും ക്വീനും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്ത ശേഷം വീണ്ടും ഒരു ഡിഫൻസിലേക്ക് തന്നെ പോകേണ്ടി വരും. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ റൂക്കിനെ C2ലേക്കല്ല, പകരം C1ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഡിസ്കവേർഡ് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്കിനിവിടെ അധികം നല്ല മൂവുകളൊന്നുമില്ല, അതുകൊണ്ട് കിങ്ങിനെ A7ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് റൂക്കിനെ A1ലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ഇപ്പോഴും നല്ല മൂവുകളൊന്നുമില്ല, ഒന്നുകിൽ ക്വീനെ വെച്ച് ബ്ലോക്ക് ചെയ്യണം, അല്ലെങ്കിൽ ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യണം. ബ്ലാക്ക് ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യുന്നു. വൈറ്റ് റൂക്ക് വെച്ച് ആ ബിഷപ്പിനെ എടുത്തുകൊണ്ട് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ, കിങ്ങിനെ B7ലേക്ക് മൂവ് ചെയ്യേണ്ടി വരുന്നു. ഈ സമയത്ത് അടുത്ത റൂക്കിനെ B6ലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ഈ ഡയഗണലിലേക്ക് ബിഷപ്പിന് കൺട്രോൾ ഉള്ളതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, അതുകൊണ്ട് കിങ്ങിനെ C8ലേക്ക് മൂവ് ചെയ്യേണ്ടി വരുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിന് 2 രീതിയിൽ മുന്നോട്ട് പോകാം. ഒന്നുകിൽ ഈ ബിഷപ്പിൻ്റെ സഹായത്തോടെ ഈ റൂക്ക് ഉപയോഗിച്ച് ചെക്ക് കൊടുക്കാം, അല്ലെങ്കിൽ അടുത്ത റൂക്ക് ഉപയോഗിച്ച് ചെക്ക് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം. വൈറ്റ് ഇവിടെ A5 റൂക്ക് ഉപയോഗിച്ചാണ് ചെക്ക് കൊടുക്കുന്നത്. റൂക്കിനെ A8ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് കിങ്ങിനെ D7ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് റൂക്ക് ഉപയോഗിച്ച് റൂക്കിനോട്ട് എടുത്ത് ചെക്ക് കൊടുത്തോടെ ബ്ലാക്ക് തോൽവി സമ്മതിക്കായിരുന്നു. കാരണം ഇപ്പോൾ കിങ് ചെക്കിൽ നിന്ന് എങ്ങോട്ടെങ്കിലും മാറുകയാണെങ്കിൽ ഈ ക്വീൻ നഷ്ടപ്പെടും. അല്ലാതെ കിങ് ഉപയോഗിച്ച് റൂക്കിനോട്ട് എടുത്താലും റൂക്ക് ഉപയോഗിച്ച് ഇങ്ങനെ ഒരു ഫോർക്കും ചെക്ക് വരുന്നതോടെ ക്വീൻ ഉപയോഗിച്ച് റൂക്കിനോട്ട് എടുക്കേണ്ടി വരും. ആ എക്സ്ചേഞ്ചിന് ശേഷം വൈറ്റിനിവിടെ 2 പോണുകളും ഒരു എക്സ്ട്രാ പേസും ഉണ്ട്. അതുകൊണ്ട് തന്നെ എൻഡ് ഗെയിമിൽ വൈറ്റിന് വിജയിക്കാൻ കഴിയും. അത് മനസ്സിലായിക്കൊണ്ടാണ് റൂക്ക് ഉപയോഗിച്ച് റൂക്കിനോട്ട് ചെക്ക് വന്നപ്പോൾ തന്നെ ബ്ലാക്ക് തോൽവി സമ്മതിച്ചത്. 2 ഭാഗത്തു നിന്നും വളരെ മികച്ച അറ്റാക്കിംഗ് മൂവുകളുള്ള വളരെ നല്ലൊരു ഗെയിമായിരുന്നു. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. നന്ദി, നമസ്കാരം.